കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വനാതിർത്തിയുള്ള പഞ്ചായത്താണ് കൊട്ടിയൂർ പഞ്ചായത്ത്. വനനിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ ആശ്വാസത്തോടെയും സന്തോഷത്തോടെയുമാണ് കൊട്ടിയൂരിലെ മലയോര ജനത സ്വീകരിച്ചത്. എല്ലാ വാർഡുകളിലും വനമേഖലയുള്ള പഞ്ചായത്താണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ. തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങളും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമുള്ള മലയോര പ്രദേശം. വനനിയമ ഭേദഗതിക്കെതിരെയും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ വനനിയമ ഭേദഗതി എന്ന ആശങ്ക ഒഴിഞ്ഞ സന്തോഷത്തിലാണ് കൊട്ടിയൂരിലെ മലയോര കർഷകർ. സ്വാഗതാർഹമായിട്ടുള്ള നിലപാടുകളാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. പിണറായി സ്വീകരിച്ചിട്ടുള്ളത് അത് ഇവിടെ എടുത്തു പറയത്തക്കതാണ്. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പൂർണ്ണമായിട്ടും ഫോറസ്റ്റുമായി വനപ്രദേശവുമായി ഏറ്റവും നല്ല രീതിയിൽ ബന്ധപ്പെടുന്ന പ്രദേശങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വനം വകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രദേശങ്ങൾ ഈ പ്രദേശത്തിൽ ഏറ്റവും ബന്ധപ്പെടുന്ന പ്രദേശങ്ങളാണ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പായത്തോട്, പാരശുരം, കണ്ടപ്പനം, പന്നിയാമല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ. ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ നിയമം തടഞ്ഞത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും സ്വാഗതകരമാണ്. ഇവിടുത്തെ കൃഷിക്കാർക്ക് അതിൻ്റെ ഉപകാരം ലഭ്യമാകും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വനനിയമങ്ങളുടെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന കൊട്ടിയൂരിലെ ജനങ്ങൾ സർക്കാർ പ്രഖ്യാപനത്തെ ആശ്വാസത്തോടെയാണ് കാണുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം പറഞ്ഞു. ഒരു തരത്തിലും ഇത്തരം നിയമങ്ങളൊന്നും നമ്മുടെ കൊട്ടിയൂർ അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല, നടപ്പാക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ നിയമം പ്രാബല്യത്തിൽ വരികയില്ല അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിൽ ആശ്വാസം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ വൻ പ്രക്ഷോഭത്തിന് വേദിയായ സ്ഥലമാണ് കൊട്ടിയൂർ. വനനിയമ ഭേദഗതിക്കെതിരെ മറ്റൊരു സമരത്തിന് കളമൊരുങ്ങുമ്പോഴാണ് കർഷകപക്ഷം ചേർന്നുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എത്തിയത്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായി നിലനിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ പ്രദേശങ്ങളിൽ ഒന്നാണ് കൊട്ടിയൂർ. വന നിയമ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം ഏറെ ആശ്വാസത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇവിടെയുള്ള മലയോര കർഷകർ സ്വീകരിച്ചിരിക്കുന്നത്. കൊട്ടിയൂരിൽ നിന്നും എം സന്തോഷ്.